പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ 19-ലും ACV കേബിൾ നെറ്റ്വർക്കിൽ 126-ലും ലഭ്യമാണ്. 24 ആദ്യം ആധികാരികം. യവന്മാർ അതിന്റെ ഇടയിൽ ഇത് പാട്ടുമാക്കിയ എന്തിനാടെ കൊന്നിട്ട് ചേട്ടാ ചേട്ടൻ ഇവിടെ ഇരിക്കുവായിരുന്ന? ഞാൻ പിന്നെ ഇവിടെ ഇരിക്കേ. ഞാൻ വിചാരിച്ച് ചേട്ടൻ മെർലിൻ ചേച്ചിയെ കാണാൻ പോയിട്ടുണ്ടാവും. ചേച്ചി പള്ളി ഇറക്കത്തിൽ എണീറ്റ് വന്നത് എനിക്കിട്ട് വെക്കാനാണോ? ചേട്ടാ ഓ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ട്. എന്റെ കട്ടപ്പൊക്കല്ലായിരിക്കും. അത് ഞാൻ എന്തും കാണാറില്ല. എന്താടി കണ്ട സ്വപ്നം? അതൊരു അടിപൊളി സ്വപ്നമായിരുന്നു. അത്ര അടിപൊളി സ്വപ്നമാണോ? എന്നാ ഞാൻ പറയട്ടെ സ്വപ്നം തരുന്നത്. നിനക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടി അല്ലേ? പേടിക്കണ്ട, അത് സ്വപ്നമായിട്ട് തന്നെ ഇരിക്കും, ഒരിക്കലും നടക്കാൻ പോണില്ല. ചേട്ടാ പഠിക്കണോടി, നിന്നെ പഠിക്കണം. അപ്പൊ ആ സ്വപ്നം അല്ലേ കണ്ടേ? അല്ല, അങ്ങനെ സ്വപ്നം പോലും കാണുന്നില്ല. ദൈവമേ, ഇതൊക്കെ എന്താവോ എന്തോ. ചേട്ടനെ പറ്റിയായിരുന്നു ഞാൻ സ്വപ്നം കണ്ടേ. ആ, അതന്നെ ഞാൻ ആദ്യം ചോദിച്ചു, എന്റെ കട്ടപ്പൊക്കെയാണോന്ന്. എന്തിനാ കണ്ടേ? ഞാൻ പറയട്ടെ. പറ. ചേട്ടൻ പുതിയ ബൈക്ക് ഓടിച്ചോണ്ട് വരുന്നു, കുടുകുടൂന്ന്. ഇപ്പൊ പുറകിൽ ആരാ ഇരുന്നേന്നറിയോ? നീയായിരിക്കും. അതായിട്ട് എനിക്ക് വിഷമം. ശിവചേച്ചിയായിരുന്നു. എവളാ? ഓ, ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് വരുന്നു, എവൾ എന്റെ പുറകെ ഇരിക്കണ്. അയ്യോടാ മക്കള്, വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. സംഭവം എന്താണെന്ന് വെച്ചാല്, നീ എന്താ സ്വപ്നത്തിൽ ഇല്ലായിരുന്നറിയൂ? നീ അല്ലേ സ്വപ്നം കാണുന്നേ? അതായത് നീ ഇങ്ങനെ ഇരുന്ന സ്വപ്നം കാണുന്നു, ഞങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ നീ എവിടെ നിൽക്കുന്നേ? ഇവിടെ. ആ, അപ്പൊ നീ എങ്ങനെ സ്വപ്നത്തിൽ കാണും? നീ ഇവിടെ ഉണ്ടായിരിക്കും, നിനക്ക് ഇവിടെ നിന്നെ കാണായിരുന്നു. പക്ഷെ നീ ഇവിടേക്കല്ലേ. ഇനിയിപ്പോ ശിവാനിയാണ് സ്വപ്നം കാണുന്നെങ്കിൽ നീ ഇവിടെ ആയിരിക്കും. അപ്പൊ നിനക്ക് ഇവിടുന്ന് കാണാം. അപ്പൊ അവള് പറഞ്ഞു തരും. എന്താടാ നിനക്ക്? സ്വപ്നം കൊള്ളാൻ കേട്ടോ. നീ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു, ഞാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഗുഡുഗുഡു പറഞ്ഞോണ്ടിരിക്കാനേ പറ്റുള്ളൂ. സ്വപ്നം കാണാനും കൊള്ളാം. ചേട്ടാ, ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എവിടൊക്കെ പോവായിരുന്നു? കൊറേ സ്ഥലത്ത് പോവായിരുന്നു. കൊച്ചു പറഞ്ഞാലും കാര്യമില്ലാതില്ല. കേശേ, കൊറേ നാളായാലും നിന്റെ ലൈസൻസ് ഇവിടെ വെറുതെ കൊണ്ടു പിടിച്ചിരിക്കണം. അതെ, അതിന് ഇപ്പൊ നമുക്ക് ഈ വീട്ടില് വണ്ടിയുടെ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു വണ്ടിയുടെ കുറവുണ്ട്. ഉണ്ട്, വളരെ വലിയ കുറവുണ്ട്. എന്തുണ്ടെന്നറിയോ? നമ്മുടെ വീട്ടിലൊന്നും വണ്ടി വാഴത്തില്ലെന്ന് തോന്നുന്നുണ്ടാ. നമ്മളിതിന് മുന്നേ 1-2 വണ്ടിയൊക്കെ വാങ്ങിച്ചു നോക്കിയിട്ടില്ലേ? എന്നിട്ട് എന്തായി? നീ അതിനെയൊന്നും വണ്ടി എന്ന് പറയരുത്, ഓടുന്ന തകരപ്പാട്ട. അത്രയൊക്കെ മതി കേട്ടാ. വണ്ടി മേടിച്ചിട്ടില്ല. ചേട്ടാ, ഓ, നമുക്കേ പുതിയൊരു വണ്ടി വാങ്ങിക്കാം. പുതിയ വണ്ടിയല്ലേ? വാങ്ങിക്കാം. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവൂല, കിട്ടുക്ക് ലുക്കായിരിക്കും. എടോ, 1 ലക്ഷം ഇട്. 1 ലക്ഷം ഇട്. എന്റെ 10 രൂപ ഉള്ളൂ. 1 ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്നല്ലേ അറിയൂടെ എനക്ക്? പൂജ ഉണ്ട്. പുതിയ വണ്ടിയിൽ പോയിട്ട് പുതിയതൊന്നും ഇവിടെ വണ്ടി പോയില്ലേ കേട്ടേ? പൈസയുടെ പ്രശ്നമാണല്ലേ? പിന്നെ അതൊരു പ്രശ്നമല്ലേ? അതാണ് പ്രശ്നം. ഉമ്മ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് പാവം പിടിച്ച മനസ്സിൽ ഓരോന്ന് കുത്തിറക്കാനായിട്ട് പോടി 2 ചേട്ടാ, ഓ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്നെ കൊലക്കെടുക്കാനുള്ള വല്ല ഐഡിയ ആയിരിക്കും അല്ലേ മക്കളെ? അല്ല, സീരിയസ് ആയിട്ട് ചേച്ചിയെടുത്ത് പോയി അവതരിപ്പിച്ചാലേ. അവരിപ്പിക്കാനാ? എന്തിനാ അവരിപ്പിക്കേ? ഈ കാര്യം ഓ, ലച്ചേച്ചി എടുത്ത് ബൈക്ക് മേടിക്കണ കാര്യം ഞാൻ പോയി അവതരിപ്പിക്കണം. എന്നെയൊക്കെ കൊല്ലടി ഒറ്റയടിക്ക്. ഇതിലും ഭേദം. നിന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചു പറഞ്ഞ ഐഡിയ സെറ്റാണ്. എടാ, നമുക്ക് കയറി അവതരിപ്പിക്കാം. എന്താടി നിനക്ക് കുഴപ്പം? നിനക്ക് അറിയാത്തോണ്ടാണ്. ഒന്നാമത് ആ ലച്ചേച്ചി ഒരു തക്കം കിട്ടാൻ നോക്കി കിടക്കുകയാണ്. ഓണച്ചന്ത പൊളിഞ്ഞതിന്റെ പേരിൽ റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് വെട്ടാൻ പോയതാണ്. ഞാൻ പിന്നെ കൈയും കാലും പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ഇനിയിപ്പോ ഇതും കൂടെ ഞാൻ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടും ചേച്ചി. എടാ, ഇങ്ങനെ പറയണ്ട. നമുക്കൊരു ഇമോഷണൽ അറ്റാക്ക് പിടിക്കാം. ഇച്ചിരി സെന്റിമെന്റ്സ് ഒക്കെ കൂട്ടിച്ചേർന്ന് തട്ടിവിടാം. ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ പേടിക്കാതെ നമുക്കൊന്ന് ഇട്ടു നോക്കാം. ബിരിയാണി കൊടുത്താലേ? എടാ, അച്ഛൻ എപ്പോഴും എന്തോ പറയാറ്, പഴയക്കോടെ ഒരാൾ ആനയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വെറുതെ ആണെങ്കിൽ നമ്മൾ ആനപ്പാപ്പാനോട് ചോദിക്കണം, ചേട്ടാ ആനയെ തരുന്നുണ്ടോന്ന്. കിട്ടിയ ഒരാന, പോയാ ഒരു വാക്ക്, പൊക്കോട്ട്. ഇതിപ്പോ കിട്ടിയ ഒരു ബൈക്ക്, ബൈക്കിൽ ഗുഡു 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 ഗുഡു. ഇപ്പൊ 2 കൂടെ ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവനെ ഇളക്കി വിടിയാണല്ലേ. ചേട്ടാ, പിന്നെ നിങ്ങൾ ഫ്രണ്ടിൽ പോണം, ഞാൻ ബാക്കി കാണും. അങ്ങനെ ഓക്കെയാണാ? ഇപ്പൊ പറഞ്ഞെല്ലാം കൂടെ ഇളക്കി വിടുകയാണല്ലോ.